പ്രധാനപ്പെട്ട അവയവം. കുറെ കാര്യങ്ങളുണ്ട്. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, കരള്, വൃക്ക, കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ അറിയില്ലോ? ചേട്ടന്മാരെങ്കിലും ചേച്ചിമാരെങ്കിലും ഷോക്ക് അടിച്ചു പോലെ ഇരിക്കില്ലേ? പറയൂ, ഉത്തരം പറയൂ, ഏതെങ്കിലും ഉത്തരം. തലച്ചോറ്. നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട് അല്ലെ? നമ്മൾ ഈ കുട്ടികള് ഇത് വേറൊരു ജനറേഷനിൽ പെട്ട കുട്ടികളാണ്, അറിയോ അല്ലേ? നമ്മുടെ ജനറേഷനിൽ നിന്ന് ഞാൻ ഷോക്കിങ്ങിലേക്ക് വരുന്നേ ഇടയ്ക്ക് പറയുന്നത് നമ്മുടെ ജനറേഷനിൽ നിന്ന് തീർത്തും വ്യത്യസ്തരായ കുട്ടികളാണ് അല്ലേ? ഒരു കാര്യങ്ങളും നമ്മുടെ സ്വഭാവമായിട്ട് ഇല്ല. നമ്മള് ദൈവം ഇത് വേറെ ഏതോ കുട്ടികളാന്ന് വരും. 1 മുതൽ 7 വരെയുണ്ട്. അപ്പൊ ഏകദേശം ബീറ്റ തന്നെയാ വരുന്നത്. ബീറ്റ ജനറേഷൻ ഇപ്പൊ ഉണ്ടായിട്ടില്ല. ബീറ്റ അല്ല, ആൽഫയാണ്. ബീറ്റ ഇപ്പൊ ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളാണ്. അപ്പൊ ആൽഫ ജനറേഷനാണ്. വേറെ തന്നെ പിള്ളേരാണ്. പറഞ്ഞതൊന്നും അനുസരിക്കില്ല. കുട്ടികളാകുമ്പോൾ ശരിയായി എടുക്കേണ്ട കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ കുട്ടികളോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേ ജോക്കായി. അപ്പൊ നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായ? ഈ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ട സംഭവം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തു പഠിക്കുക. സ്വന്തമായിട്ട് ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരാള് ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ള കാരണയിൽ ഒരാളെ സ്വന്തമായിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യും. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. അപ്പൊ എന്റെ കഴിച്ച എന്തോ ചിക്കനോ ബീഫോ മട്ടനോ ഫിഷോ എന്തോ സാധനം ഇവിടെ കുടുങ്ങിയിരിപ്പുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ? ഇത് പുറത്തേക്ക് എടുക്കണം. ഇത് തലയിൽ തട്ടിയ കുറച്ച് നന്നായിട്ട് ഇരിക്കും. ഒരു കാരണവശാലും നടക്കില്ല. അദ്ദേഹത്തിന് ഹെഡിഞ്ചോട് മാത്രമേ സംഭവിക്കുള്ളൂ. ഈ സാധനം പുറത്തേക്ക് പോരണം. ഒരു ബലൂൺ കാറ്റ് നിറച്ചൊരു ബലൂണിന്റെ താഴെ പിടിച്ച് ഞെക്കിയാൽ എന്താ സംഭവിക്കാം? വയറിൽ പിടിച്ച് ഇവിടെ ഞെക്കുമ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ ഒരു ഡയഫ്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡയഫ്രം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ പിടിച്ച് പുഷ് ആവുമ്പോൾ ഡയഫ്രം മുകളിലേക്ക് പോകും. ഡയഫ്രം മുകളിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുക? കാറ്റ് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയുള്ളത് നമ്മുടെ ഇവിടെയാണ്. ഈ വായയാണ് ഒരു കാറ്റ് പുറത്തേക്ക് പോകുക. അപ്പൊ അതുവഴി എന്ത് സംഭവിക്കും? ഇത് പുറത്തേക്ക് തള്ളി പുറത്തേക്കൊക്കെ പോകാനാണ് ഒരു സാധ്യതയുണ്ട്. ഒരു 5 പ്രാവശ്യമേ ഞെക്കേണ്ടി വരുള്ളൂ. ആ 5 പ്രാവശ്യം നെക്കിയിട്ട് ശരിയായില്ലെങ്കിൽ അദ്ദേഹം എന്തായാലും കുഴഞ്ഞു വീഴും. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങൾ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തം ആയതുകൊണ്ട് അറിയാം. ഇതൊന്ന് ഞെക്കുമ്പോ ആ ഏറ് മുകളിലേക്ക് വരുന്നതൊന്ന് ഫീൽ ചെയ്ത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടോ? ചെറിയ കുറുക്കങ്ങൾ. എന്റെ കുഞ്ഞ് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നു. അവള് കുഞ്ഞായിരുന്നപ്പോ 6 മാസത്തിൽ ഞാൻ കുറുക്ക് കൊടുത്ത സമയത്ത് എന്റെ കുട്ടി കൈ കിടക്കുന്ന നോക്കി വലത്തെ കൈ കിടക്കുന്നു. ഞാൻ ഉടനെ എന്താ ചെയ്യുന്ന? കുട്ടികൾ തിരിച്ചു കിടക്കുന്നു. ഇപ്പൊ കുട്ടി എന്തായി? ഇടത്തെ കയ്യില് മോനെ പോലെ തിരിഞ്ഞ് അവൻ ഈ നിൽക്കുവാണെങ്കിൽ ഇത് കിടക്കുവാണ്. ഈ കൊച്ചു കിടക്കുവാണ്. കുട്ടീനെ തിരിഞ്ഞ് പിടിച്ചിട്ട് എന്താ ചെയ്തേ? മൂക്കിൽ ഞെക്കരുത്, വായിൽ പിടിച്ച് ഞെക്കരുത്. എന്താ 2 പ്രാവശ്യം ഞാൻ അടിച്ചോളൂ. 2 പ്രാവശ്യം അടിച്ചപ്പോഴേക്കും അവള് വൊമിറ്റ് ചെയ്തു, ഛർദ്ദിച്ച വശം തന്നെ അവളുടെ വായിന്ന് ഞാൻ എന്റെ വായ വെച്ചിട്ട് സംഭവം വലിച്ചെടുത്തു. വായ വെച്ച് സക്ക് ചെയ്തെടുത്തു. അവൾ അപ്പൊ തന്നെ ആള് കരഞ്ഞു, ഫ്രീ ആയി അല്ലെ? അപ്പൊ ചെറിയൊരു സാധനം ചെയ്ത് ഈ കാര്യം ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ടെങ്കിലോ ഒരാളെ തിരികെ കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. ഒരാൾക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരാളെ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രം മരിച്ചു പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പത്രം എടുത്ത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ചില സമയത്ത് സങ്കടം തോന്നും. അവര് ചെയ്തിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രം മരിച്ചു പോയിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മള് കൈ 2 വെച്ചിട്ട് നേരെ വെള്ളത്തിന്റെ മുകളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കാല് നേരെ ആക്കണം. നമ്മൾ ഒന്ന് താഴ്ന്നു പോയാലും അതേപോലെ നമ്മൾ പൊങ്ങി വരും. നേരെ നോക്കിയോ? വെള്ളത്തിൽ ഈ വണ്ണം കുറഞ്ഞ ആളാണോ വണ്ണം കൂടുതലുള്ള ആളാണോ കൂടുതൽ നേരം പൊങ്ങിക്കിടക്കാൻ പറ്റുമോ? വണ്ണം കൂടുതലുള്ള ആൾക്കാരാ. അവർക്ക് ഫാറ്റ് നന്നായിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നന്നായിട്ട് പൊങ്ങിക്കിടക്കും. നാളെ പോലെ കിണറ്റിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കരുത്. പറഞ്ഞു ഇപ്പോഴത്തെ വാക്സിൻ എടുക്കണം. നമ്മൾ പട്ടിക്ക് വാക്സിൻ എടുക്കണം. ഏതെങ്കിലും കാരണവശാലും സ്നേഹം കൂടുമ്പോൾ ഈ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുക്കാൻ മറക്കരുത്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പട്ടികൾക്ക്, നിങ്ങളുടെ പൂച്ചകൾക്ക് നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കുറേ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ പട്ടിയുടെ സുഹൃത്തായിട്ട് വരാൻ സാധ്യതയില്ല. അറിയാം, വേറൊരു പട്ടി, പൂച്ച, മറ്റൊരു വീട്ടിലെ പട്ടി, മറ്റൊരു വീട്ടിലെ പൂച്ച, കുറുക്കൻ. എന്റെ വായിൽ മുറിവുണ്ടായിരുന്നു. ആ പുള്ളി രക്ഷപ്പെട്ടു. നേരെ വിഷം ചെന്നത് എന്നോട് എന്റെ തലച്ചോറിലേക്ക് തന്നെ. ഞാൻ ഇവിടെയാണ് എന്റെ വയറുണ്ടാകുന്ന പറഞ്ഞിട്ട് നേരെ തലച്ചോറിൽ പോയി. ആ പുള്ളി രക്ഷപ്പെടും, ഞാൻ വിടും.
വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത് ഒരു കാരണവശാലും. നമ്മളെ ലൈഫ് ഡേഞ്ചറിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. പട്ടി കടിച്ചു, പൂച്ച കടിച്ചു, പാമ്പ് കടിച്ചു, പിന്നെ പറഞ്ഞ് ഷോക്ക് അടിച്ചിട്ട് എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പറയണേ. CPR നമുക്ക് 2:45 പറയാം. എന്നാണ് CPR ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പറയണേ. പടപട ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചാലക ശക്തിയാണ് ഞാൻ ആണോ? അല്ല. എന്നെ CPR എന്നുള്ള സാധനം നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം ചെയ്യണം. നമ്മൾ അതിന്റെ സ്റ്റെപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത് ആളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നുള്ളത് കോമൺ സെൻസ് ആണ്. പക്ഷെ ഈ കോമൺ സെൻസ് ഇല്ലാത്ത പല പാരൻസും ഉണ്ട്. പല പാരൻസും കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരു പാരന്റ് ഒരു പ്രാവശ്യം വന്നൊരു കഥയാണ്, നിങ്ങൾ യൂട്യൂബിൽ വാട്സപ്പിൽ കണ്ടു കാണും. കുട്ടി അച്ഛനും കൂടി ഒരു ബേക്കറി ചെന്നിട്ട് അച്ഛനെ പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സമയത്ത് അച്ഛൻ ഹലോ എന്ന് പറഞ്ഞ അച്ഛൻ വേറെ ഫോൺ എടുത്ത് അങ്ങോട്ട് പോയ സമയത്ത് കുട്ടി എന്ത് ചെയ്തു? സാധാരണ കുട്ടികളുടെ വികൃതികളാണ് അല്ലേ? ചെന്നിട്ട് അവിടെ ഈ ബേക്കറിയിൽ ഐസ്ക്രീമിലൊരു വെട്ടിയുണ്ട്. ഇവൻ ഇതിനകത്ത് കയറിയിട്ട് ഒന്ന് ആടി. അതേ ഉള്ളൂ. ആള് താവോട്ട് വീണു, ഷോക്ക് അടിച്ചു. ഈ അച്ഛൻ വേഗം തന്നെ ഫോൺ താഴെ കിട്ടും. അയ്യോ എന്റെ മോൻ വേഗം ഓടി വന്നു. അച്ഛൻ എന്താ ചെയ്ത്? അച്ഛൻ ആയിരുന്നു. 5 മിനിറ്റിനകം കുട്ടി മരിച്ചു. ആ അച്ഛൻ ഒരു പക്ഷേ ആയിരുന്നെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് കൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ പോകുന്നവരെ ഒരു പക്ഷേ കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് CPR എന്ന സാധനം. CPR നമ്മൾ ഏതൊക്കെ അവസ്ഥകൾ നമുക്ക് ഉപയോഗിക്കാം? നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത നോക്കണേ. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ തലച്ചോറ് ഏതാണ്ട് 4 മുതൽ 6 മിനിറ്റ് വരെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം, ഓക്സിജൻ ഉള്ള രക്തം തലച്ചോറിലേക്ക് ചെല്ലുന്നില്ല എങ്കിൽ ഒരു മരണം സംഭവിക്കും, മസ്തിഷ്ക മരണം. ഇത് പ്രിവെന്റ് ചെയ്യാൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് CPR എന്ന സാധനം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് CPR. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എത്ര പേർക്ക് CPR അറിയാം? നമ്മളിത് പഠിപ്പിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വന്ന പെട്ടു. വേറെ ആരും ഉണ്ടാവില്ല രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ CPR നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ 2 മുതൽ 6 മിനിറ്റ് വരെ തലച്ചോറിലേക്ക് രക്തം ചെന്നില്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്ന, മസ്തിഷ്ക മരണം സംഭവിക്കുന്ന തലച്ചോറിന്. അപ്പൊ ഒരാള് ഏതൊരു അപകടം സംഭവിച്ചാലും, അയാളെ വെള്ളത്തിൽ വീണതായിക്കോട്ടെ, ഷോക്ക് അടിച്ചതായിക്കോട്ടെ, കുഴഞ്ഞു വീണതായിക്കോട്ടെ, വീട്ടിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരായാലും അയാളുടെ അടുത്ത് നമ്മൾ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? അയാളുടെ തലച്ചോറ് സേഫ് ആണോ? അയാളുടെ തലച്ചോറ് സേഫ് ആയിരിക്കണമെങ്കിൽ 2 ഓർഗൻസ് സേഫ് ആണെങ്കിൽ അയാളുടെ തലച്ചോറ് സേഫ് ആയിരിക്കും. ആരൊക്കെയാണെന്ന് അറിയോ? ഹാർട്ടും ലങ്സും. ഹൃദയവും വൈഡ് തൊടണം, പോയിന്റ് ചെയ്യണം. അവിടെ ഇപ്പൊ കാണിച്ചത്. അപ്പൊ എല്ലാവരും നോക്കണേ. ഈ പോയിന്റ് എല്ലാവരും പഠിക്കണേ. നേരെ ഇത് എല്ലാവരും ശരീരത്തിൽ, സ്വന്തം ശരീരത്തിൽ നോക്കണം. ഇവിടെ നടുക്കൊരു എല്ലുണ്ട്. തൊട്ട് നോക്ക്. ഇവിടെ ഒരു എല്ലുണ്ട്. കിട്ടിയാ? ഒരു എല്ല് കിട്ടിയാ? ആ എല്ലിന്റെ താഴെ പിന്നെ ഒരു കുഴിയാണ്. കിട്ടിയാ? സിമ്പിൾ. കിട്ടിയാ? ഈ എല്ലിന് സ്റ്റേർണം എന്നാണ് എല്ലിന്റെ പേര്. അപ്പൊ ഈ കുഴിയുടെ മുകളിൽ എല്ലുള്ള ഭാഗം കണ്ടോ? എല്ലുള്ള ഭാഗം. ആ ഒരു പോയിന്റിൽ കൈവച്ചേ. എല്ലുള്ള ഭാഗത്ത് കൈവച്ച് അടിക്കുന്നത്. എല്ലുള്ള ഭാഗത്ത് കൈവച്ചാ അവിടുത്തെ കൃത്യ സ്പോട്ട് പറയുകയാണെങ്കിൽ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ, 2 സെന്റിമീറ്റർ ചെറുതായിട്ട്. അതായത് ഹൃദയത്തിന് നമ്മുടെ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടറിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്, നേരെയല്ല, ചെറിയൊരു ചെരിവുണ്ട്. ഈ ചെറു 2 സെന്റിമീറ്റർ മാത്രം ഇവിടെയായിട്ട്. ഇവിടെയാണ് അടിക്കുന്നത്. തൊട്ടു നോക്കി. ഇവിടെയാണ് ഇവിടെ അല്ല ഹൃദയം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്പോട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഇത്. ഇവിടെയാണ് ഹൃദയം. പിന്നെ അടുക്കിന്റെ ഏകദേശം 2 സെന്റിമീറ്റർ ഇവിടെയാണ് ഹൃദയം. കണ്ടോ? ഈ പുള്ളിയുടെ ഹൃദയം. ഈ പുള്ളി എങ്ങനെയാണെന്നറിയോ? ഞാൻ പോരുന്ന വഴി KC ശ്രീകണ്ഠാനത്ത് പോയി നമ്മുടെ കാറ്റ് പോകും അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നറിയോ? ഷോക്ക് അടിച്ച വല്ല അവസ്ഥയിലാണെന്ന് നോക്കട്ടെ. വളരെ പെട്ടെന്ന് നോക്കാം. സീൻ സേഫ്റ്റി എന്ന് അതിന് പറയാം. സീൻ സേഫ് ആണ്. ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ സീൻ സേഫ്റ്റി നോക്കി, പ്രശ്നമൊന്നുമില്ല. ഉടനെ അടുത്ത് നോക്കേണ്ടത് എന്താ? ബോധമുണ്ടോ? പിടിച്ച് 2 പൊട്ടിക്കൊന്നും ചെയ്യരുത്. തലയിൽ പിടിച്ച് അടക്കുകയും ചെയ്യരുത്. തലയിൽ ചിലപ്പോണ്ടല്ലോ താഴോട്ട് വീണ സമയം നമ്മുടെ ഈ നട്ടലിന്റെ മാറ്റമായിട്ട് കഴുത്താവുമ്പോഴുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ ചേട്ടാ ചേച്ചി ഹലോ, ഇതാണ് ബോധമുണ്ടോ നോക്കുന്നത്. ബോധമുണ്ടെന്ന് നോക്കുന്ന CPR ചെയ്യണോ? വേണോ? വേണ്ട. ബോധമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ, ബോധമില്ലാത്ത അവസ്ഥയിൽ അടുത്ത സ്റ്റെപ്പ് കൂടി പോയിട്ട് മാത്രമേ CPR ചെയ്യാനുള്ളൂ. ബോധമില്ലാന്ന് മനസ്സിലായി കൊണ്ടുപോകണം. അപ്പൊ തന്നെ നമ്മുടെ വീട്ടില് ഞാനും ഈ ചേട്ടനും മാത്രമേ വീട്ടിലുള്ളൂ.
ഈ ചേട്ടനെ ഞാനിപ്പോ CPR അറിയാവുന്ന ആളെ പഠിപ്പിക്കുന്നതാണ്, പക്ഷെ ഈ ചേട്ടനെ CPR ചെയ്യലും കാറിൽ കയറ്റലും വണ്ടി ഓടിക്കലും എല്ലാം എനിക്ക് പറ്റുമോ? ഒരു കയ്യിൽ സ്റ്റിയറിങ്, മറ്റേ കയ്യിൽ ഗിയർ, ഇതിനിടയ്ക്ക് ഓടി എന്ന് പറയുമ്പോഴേക്കും നാട്ടുകാർ എന്തെങ്കിലും പരിപാടി ചെയ്യണം ഉടനെ. ഓക്കെ, അപ്പൊ ഉടനെ എന്താ ബോധവലി നോക്കേണ്ടത് എന്താ? അയാളുടെ ശ്വാസവും ഹാർട്ടും പ്രവർത്തിക്കുന്ന, ശ്വാസം ഹാർട്ടും ഉണ്ടെങ്കിൽ ബോധമില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും അല്ലെ? അയാൾ അത് പ്രവർത്തിക്കുന്നതിന്റെ ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. നമ്മുടെ രണ്ട് കൈ വളരെ എളുപ്പത്തില് ഈ കൈ നേരെ അയാളുടെ മൂക്കിന്റെ ഭാഗത്ത് വെക്കുന്നു, മറ്റേ കൈ ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞ അതേ ഹാർട്ടിന്റെ സ്ഥാനത്ത് വെക്കുന്നു. മൂക്കിന്റെ സ്ഥാനത്ത് എന്താ കിട്ടുക? ശ്വാസം കിട്ടും. നിങ്ങൾ വേറെ ഒരു പൾസ് നോക്കണ്ട, ഒരു സാധനം നോക്കണ്ട, ഒന്നും കിട്ടൂല. ആ സമയത്ത് ഒന്നും നോക്കി കിട്ടുകയില്ല. നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. ഈ ശ്വാസം നോക്കുക, ഹൃദയം പിടിക്കുന്നുണ്ടോ നോക്കുക. നമ്മൾ ഈ സാധനം ഉണ്ട് തലച്ചാൽ ഉടനെ നമ്മൾ CPR ചെയ്യണം. ഈ ഹാർട്ട് തലച്ചിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി വേണം ചെയ്യാൻ പറ്റും. നമ്മൾ ചെവി വേഗം ഇങ്ങനെ ഇയാളുടെ ചെവിയിലേക്ക് ഇങ്ങനെ വെക്കുന്നു, അടുത്തത് ഇയാളുടെ നെഞ്ചത്തേക്ക് ഞാൻ നോക്കുന്നു. ചെവി അങ്ങനെ വെക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് ചിലപ്പോഴല്ലോ നമുക്ക് വീട്ടിലുള്ള ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ വരയ്ക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെ വരയ്ക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നുകൂടി കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെവി ഭയങ്കര സെൻസിറ്റീവാണ്. ചെവിയിലേക്ക് പെട്ടെന്ന് ഒരു കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ നമ്മൾ ചെവി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റടിക്കുന്നതോ ജസ്റ്റ് ചെസ്റ്റിലേക്ക് നോക്കുമ്പോൾ നെഞ്ച് മൂവ് ആവുന്നുണ്ടോ നോക്കുകയോ ചെയ്യാം. അപ്പൊ അത് രണ്ടും ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഒന്നിങ്ങനെ അയാൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPR ചെയ്ത് രക്ഷപ്പെടാം. ആ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി, ഏത് കുട്ടി? ഷോക്ക് അടിച്ച കുട്ടി ആ അവസ്ഥയിലായിരുന്നു. അതിന്റെ അച്ഛൻ ഈ പറയാൻ പോകുന്ന സിമ്പിൾ ആയിട്ടൊരു സാധനം ചെയ്തിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടെ. നോക്കണേ, നിങ്ങൾ രണ്ട് കയ്യിൽ എല്ലാവരുടെ കൈ എടുത്തിട്ട് ചെയ്യണത് നിങ്ങൾ അയാളുടെ നെഞ്ചിലേക്ക് വെക്കേണ്ടത്. അയാൾ ഫ്രണ്ടിലേക്ക് നമ്മൾ വെക്കണേ, ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിലേക്ക് എല്ലാവരും കൈ വെക്കണം. ഈ കൈ വെച്ചതിന് ശേഷം മറ്റേ കൈ വെച്ചിട്ട് അതിനെ ലോക്ക് ചെയ്യുന്നു. ഇപ്പൊ കണ്ടോ? എല്ലാവരും കൈകൊണ്ട് പൊക്കി കാണിച്ച് കണ്ടോ? ഈ വിരലിന്റെ ഉള്ളിലേക്ക്, ഈ വിരലിന്റെ മുകളിലേക്ക്. എന്റെ കൈ വളയരുത്, നേരെ ആയിരിക്കണം. ഒന്ന് വെച്ചു. എവിടെ വെക്കുന്നേ? ഈ ചെസ്റ്റിന്റെ സ്ഥാനത്ത് വെക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു 20 പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്? 30 പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്? ചെസ്റ്റ് താഴോട്ട് പോകണം. താഴോട്ട് പോകുമ്പോൾ നോക്കണേ, നമ്മൾ ഏകദേശം ഒരു 1 2 3 4 5 6 7 8 9 10 സ്പീഡിൽ വേണം ചെയ്യാൻ വേണ്ടി. സ്പീഡിൽ നടത്താൻ സ്പീഡ് വായിലേക്ക് 2 പ്രാവശ്യം കൃത്രിമ ശ്വാസം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യേണ്ടേ? ചെസ്റ്റിലേക്ക് ശ്വാസം കൊടുക്കുക, ചെസ്റ്റിലേക്ക് വായ ശ്വാസം കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വേറെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയോ കൂളിംഗ് എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. പല പേസ്റ്റും കെമിക്കൽസ് ആണ്. 4 തരത്തിൽപ്പെട്ട പൊള്ളലുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd ഡിഗ്രി, 4th ഡിഗ്രി. 1st ഡിഗ്രി പൊള്ളൽ, പൊള്ളി സ്ഥലത്ത് ചെറുതായിട്ട് ചുമന്ന കുമള വരുന്നു. 3rd ഡിഗ്രി മസിലടക്കം പൊള്ളി പോകുന്നു. 4th ഡിഗ്രി എല്ലിന്റെ ഭാഗത്തേക്ക് വരെ പൊള്ളൽ പോകുന്നു. 1st ഡിഗ്രി പൊള്ളലിലാണ് നമുക്ക് ആദ്യം പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പേസ്റ്റ് അപ്ലൈ ചെയ്യലല്ല, നമ്മൾ ജസ്റ്റ് വെള്ളത്തിന് താഴെ കാണിക്കുക, വേറെ ഒന്നും ചെയ്യരുത്. സാധാരണ വെള്ളത്തിന്റെ സ്ഥലത്ത് വാഷ് ചെയ്യാം. നമ്മൾ ചൂടുവെള്ളം വീണിട്ടോ നീരാവി വീണിട്ടോ മറ്റെന്തെങ്കിലും സാധനം വീണിട്ടോ ഈവൻ ഐസ് വീണിട്ട് പോലെ നമുക്ക് കൊള്ളാം. എന്റെ പ്രാവശ്യം അടിച്ച സമയത്ത് ചെറുതായിട്ട് എന്റെ ഫ്രണ്ടിലോട്ട് വന്നത്, അതിന്റെ എഫക്റ്റ് വന്നത്. മൊബൈൽ അടക്കം അത് ഒഴിച്ചുപോയി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊന്നും നമ്മൾ മിന്നലടിക്കില്ല. നമ്മൾ ലാൻഡ് ഫോണിൽ പക്ഷേ മിന്നലടിക്കും. മറ്റേതെങ്കിലും മരത്തിൽ പിടിച്ചിരുന്ന മിന്നലടിക്കും. മിന്നൽ അടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടാവുന്ന ചുരുക്കാണ്. അത് മരിച്ചിട്ടുണ്ടാവുന്നത്. ഇനി നമ്മൾ ചെറിയ മിന്നലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സോഡിയം പൊട്ടാസ്യം ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊട്ടാസ്യം പെട്ടെന്ന് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. 24 മണിക്കൂർ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. കാരണം പൊട്ടാസ്യം പെട്ടെന്ന് ഡൗൺ ആയി പെട്ടെന്ന് നമ്മുടെ ചെറിയ ബോഡിയിൽ, ഈവൻ നല്ല ഷോക്ക് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് പൊട്ടാസ്യം ഡൗൺ ആയി എന്താ സംഭവിക്കുക? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും, അറ്റാക്ക് ഉണ്ടാവും. അറ്റാക്ക് ഉണ്ടായിട്ട് ആള് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. 24 മണിക്കൂർ. മറ്റെന്തെങ്കിലും കാര്യം